ഹിന്ദി ടീച്ചർ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ കോഴ്സുകളുടെ ഡീറ്റെയിൽസാണ് പറയുന്നത്. അതായത് ബി എ ഹിന്ദി, അതുപോലെ തന്നെ MA ഹിന്ദി കോഴ്സിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. ഡിഗ്രി പ്രോഗ്രാമുകളാണ് ഡിസ്റ്റൻസ് ആയിട്ടാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്നത്. കേരളത്തിൽ ഒരേ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ നിലവിൽ ഇത്രയും കോഴ്സുകൾ നടത്തുന്നത്. UGC അംഗീകാരത്തോടെയാണ് കോഴ്സുകൾ നടത്തുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് കോഴ്സുകൾ പ്രോഗ്രാമുകളുണ്ട്. BCom, BA, BCA, അഫ്സലുൽ ഉലമ, BA അറബിക്, BA ഹിന്ദി, BA ഇംഗ്ലീഷ്, അതുപോലെ തന്നെ BA സോഷ്യോളജി, ഒരുപാട് കോഴ്സുകൾ UG പ്രോഗ്രാമുകളും ഡിഗ്രി ക്ലാസ്സുകൾ, അതുപോലെ തന്നെ PG പ്രോഗ്രാമുകളിൽ MA ഹിന്ദി, MA ഇംഗ്ലീഷ്, അങ്ങനെ PG കോഴ്സാണുള്ളത്. UG പ്രോഗ്രാമുകൾ 3 വർഷത്തേക്കാണ് വരുന്നത്. അതിൽ ചിലത് 4 വർഷത്തേക്കും ആക്കിയിട്ടുണ്ട്. പക്ഷേ BA ഹിന്ദിയൊക്കെ 3 വർഷം തന്നെയാണ്. PG പ്രോഗ്രാമാണെങ്കിൽ 2 വർഷമാണ്. ഡിഗ്രി ആണെങ്കിൽ സെമിസ്റ്റർ വൈസാണ് എക്സാം നടത്തുന്നത്. 4 സെമിസ്റ്റർ, 6 സെമിസ്റ്ററാണ് ഡിഗ്രിയിലേക്കും PGയിലേക്ക് 4 സെമിസ്റ്ററാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ വീഡിയോയിലൂടെ പറയുന്നത് ഹിന്ദിയെക്കുറിച്ച് മാത്രമാണ്. ഹിന്ദിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നതുകൊണ്ട് ഹിന്ദിയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ആദ്യമായിട്ട് BA ഹിന്ദിനെ കുറിച്ച് നമുക്ക് പറയാം. BA ഹിന്ദി 3 വർഷത്തെ പ്രോഗ്രാമാണ്. 6 സെമിസ്റ്ററായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ PG പ്രോഗ്രാമാണെങ്കിൽ 4 സെമിസ്റ്ററായിട്ടാണ് വരുന്നത്. രജിസ്ട്രേഷൻ നമുക്ക് 15-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 31-ാം തീയതി അടുത്ത മാസം 31-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് 31 ജൂലൈയാണ് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത്. രജിസ്ട്രേഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ നൽകി വരുന്നുണ്ട് BA ഹിന്ദിക്ക്. ആ BA ഹിന്ദിൻ്റെ സിലബസിനെ കുറിച്ച് നമ്മൾ പഠിക്കാം. BA ഹിന്ദിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ +2 പാസ്സായിരിക്കണം. +2 പാസ്സായ അവർക്ക് BA ഹിന്ദിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സിലബസിനെ കുറിച്ചിട്ട് നോക്കാം. സിലബസ് ഫസ്റ്റ് സെമ്മിൽ വരുന്നത് 4 പേപ്പറാണ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് സെമ്മിനെ കുറിച്ച് മാത്രമാണ് സിലബസ് നോക്കുന്നത്. നമ്മളതിൻ്റെ സിലബസിലേക്ക് കടക്കാം. സിലബസ് ആദ്യമായിട്ട് ഫസ്റ്റ് പേപ്പർ വരുന്നത് ഡിസിപ്ലിൻ കോറിൽ ടൈപ്പ് ഓഫ് ഡിസിപ്ലിൻ കോറാണ്. അപ്പോൾ അതിൽ വരുന്നത് കോഴ്സ് ഹിന്ദി സാഹിത്യ ഇതിഹാസ് ആദികാൽ സെ രീതികാൽ തക്. ഹിന്ദി സാഹിത്യ ഇതിഹാസിന് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ മുമ്പ് ഭൂഷണം, അതുപോലെ തന്നെ സാഹിത്യാചാര എന്ന കോഴ്സിലൊക്കെ നൽകിയിട്ടുണ്ട്. ഹിന്ദി സാഹിത്യ ഇതിഹാസ് ഒരു സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമുക്കിതിൽ ഏകദേശം പഠിച്ച് ഈസിയായിട്ട് തന്നെ വിജയിക്കാവുന്നതാണ്. അടുത്ത രണ്ടാമത്തെ പേപ്പർ വരുന്നത് അതും ഹിന്ദി തന്നെയാണ്. സംസ്കൃത ഭാഷാ പരിചയ് എന്നൊരു പേപ്പറും കൂടി ഹിന്ദിയിൽ വരുന്നുണ്ട്. അപ്പോൾ 2 പേപ്പറാണ് ഫസ്റ്റ് സെമിസ്റ്ററിൽ ഹിന്ദി വരുന്നത്. അടുത്തതായി 3ാമത്തെ പേപ്പർ ലാംഗ്വേജ് കോറാണ്. അതിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് വരുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് പേപ്പർ ഇംഗ്ലീഷ് പേപ്പറാണ് വരുന്നത്. അത് കമ്പൽസറി ആയിട്ട് ഇംഗ്ലീഷാണ് വരുന്നത്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷാണ് വരുന്നത്. അടുത്ത 4ാമത്തെ പേപ്പർ എൻവയോൺമെൻറ്റൽ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചിട്ടാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് പഠിച്ചെടുക്കാം. ഇങ്ങനെ 4 പേപ്പറാണ് ഫസ്റ്റ് സെമ്മിലേക്ക് വരുന്നത്. അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫസ്റ്റ് സെം ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവുന്നതാണ്. ഹിന്ദിക്ക് 2 നമ്മളെ ക്ലാസ്സുകളുണ്ടാവും. ലാംഗ്വേജിക്കും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സ്റ്റഡിക്കും ക്ലാസ്സുകളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ നമ്മളെ വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെട്ട് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത് തന്നെ നമ്മളിതിൻ്റെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും. രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. അതിനുശേഷം ഓഫ്ലൈനായിട്ട് നിങ്ങൾ റീജിയണൽ സെൻറ്ററിൽ പോയിട്ട് സർട്ടിഫിക്കറ്റൊക്കെ വെരിഫൈ ചെയ്യണം. അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് മെസ്സേജ് കാര്യങ്ങളുണ്ടാവും. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ ഹെഡ് വരുന്നത് കൊല്ലത്താണ്. പക്ഷേ അതിൻ്റെ റീജിയണൽ സെൻറ്റർ എല്ലാ ജില്ലയിലും റീജിയണൽ സെൻറ്റർ ഉള്ളതുകൊണ്ട്
നിങ്ങൾക്ക് അവിടെ റീജിയണൽ സെൻറ്ററിൽ പോയിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി ആവശ്യത്തിനുള്ള അടുത്തുള്ള കോളേജിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സിലബസിൽ ഫസ്റ്റ് സെമിസ്റ്ററിൽ വരുന്ന സിലബസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ തന്നെ നമ്മൾ ആദ്യം പറയുന്ന പോലെ ഹിന്ദി സാഹിത്യക്ക് ഇതിഹാസ് ആദ്യകാലത്തെ റീതിതാക്കൾ ആണ്. അപ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ സിലബസ് കൊടുത്തിട്ടുണ്ട്. കോഴ്സിൻ്റെ ഔട്ട്ലൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സാംസ്കൃതിക ഭാഷാ പരിചയം കുറിച്ചിട്ടും സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായി ഇംഗ്ലീഷ് ലാംഗ്വേജ് കോറാണ്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് സിലബസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇവരെ സൈറ്റിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ട്. MA ഹിന്ദിയും ഇതുപോലെ തന്നെ 4 സെമിസ്റ്ററായിട്ടാണ് വരുന്നത്. MA ഹിന്ദിൻ്റെ സിലബസിനെ കുറിച്ചിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നല്ലൊരു ഇതാണ്. ശ്രീനാരായണ യൂണിവേഴ്സിറ്റി കേരളത്തിൽ നമ്മൾ ഒരു ഡിഗ്രി ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.